ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഐ എം വെരി സോറി. കുറച്ച് നാളുകളായിട്ട് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ കമൻസ് ഒക്കെ ഇട്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവരെടുത്ത ഡിവൈസിനെ കുറിച്ചും അതിൻ്റെ ഒരു ഓവറോൾ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഐ എം വെരി സോറി. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഐഫോൺ 15 പ്രോൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ റിവ്യൂ ആണ്. സോ ആഫ്റ്റർ 2 ഇയേഴ്സ് ആയിട്ട് പോലും ഈ ഒരു ഡിവൈസ് ഇപ്പോഴും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷനാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു ഡിവൈസ് സ്റ്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ നമ്മളെന്തായാലും ഡീറ്റെയിൽ വൈസ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഡിവൈസിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്നുണ്ടെങ്കിൽ മറ്റുള്ളൊരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ എല്ലാ ഡിവൈസുകളും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ഡിവൈസിനെ 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്ലി നമ്മൾ ഡിവൈസിൻ്റെ ഓവറോൾ ഡിസൈൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ദെൻ ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി ആൻഡ് ഫൈനലി ചിപ്സെറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബോയ്സ്, നമ്മൾ ഇതിൻ്റെ ഡിസൈനിൽ നിന്ന് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഐഫോൺ 17 പ്രോ എന്ന് പറയുന്ന പ്രോ മാക്സിലാണ് ആപ്പിൾ കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. സോ പേഴ്സണലി ഫ്രം മൈ ഒപ്പീനിയൻ നോക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഡിസൈന് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് ഇതിന് മുമ്പേ ഉള്ള ഒരു ഡിസൈനാണ് പേഴ്സണലി കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് സ്റ്റിൽ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ഡിവൈസാണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. സോ ഇപ്പോഴും ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഡിസൈനാണ്. ഈവൻ ഐഫോൺ 17 പ്രോ മാക്സ് വന്നിട്ട് പോലും കോഴ്സ് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ ചേഞ്ച് കാണാനായിട്ട് പറ്റും. ബട്ട് സ്റ്റിൽ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ആ ഒരു 17 പ്രോൻ്റെ പുതിയ ഡിസൈൻ വന്ന് എന്ന് കരുതിയിട്ട് ഓൾഡ് ആയിപ്പോയി എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഡിസൈൻ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആപ്പിളിൻ്റെ ഓൾഡർ മോഡൽസ് മുതലേ ആപ്പിൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് എല്ലാ ഡിവൈസുകളും ലോഞ്ച് ആവുന്ന സമയത്ത് തന്നെ ഡ്രോപ്പ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും എത്രത്തോളം ആ ഒരു ബിൽഡ് ക്വാളിറ്റി ആപ്പിൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 60,000 to 70,000 റുപ്പീസിന് ഈ ഒരു ഡിവൈസ് നമുക്ക് യൂസ്ഡ് മാർക്കറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ തന്നെയാണ്. ഏകദേശം 187 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. നിങ്ങൾക്ക് വൺ ഹാൻഡൊക്കെ ആയിട്ട് കോമ്പാക്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടൽ ഡിവൈസ് തന്നെയാണ് ഇപ്പോൾ നോക്കിയാൽ പോലും ഐഫോൺ 15 പ്രോ. ഇതോടൊപ്പം തന്നെ നമ്മൾ ലൈറ്റ്നിങ് പോർട്ട് റീപ്ലേസ് ചെയ്ത് സി ടൈപ്പ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഐഫോൺ 15 ലൈനപ്പിലാണ്. അതേപോലെ തന്നെ നമുക്ക് ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്ന പുതിയൊരു ബട്ടൺ ആപ്പിളും ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഈ ഒരു ലൈനപ്പിലാണ്. സോ അതൊന്ന് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം 2 ഇയേഴ്സായിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ മേജറായിട്ടുള്ള ഒരു പാർട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ടെക് വൈസ് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ LTPS സൂപ്പർ റെറ്റിന XDR OLED 120 ഹെർട്സ് റീഫ്രഷ് റേറ്റും 1000 to 2000 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്ന ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ്. സോ 6.1 ഇഞ്ചാണ് ഇതിൻ്റെ ആ ഒരു സൈസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ്. നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐഫോൺ 14 പ്രോ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഐഫോൺ 16 പ്രോ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പറയാനായിട്ട് പറ്റുക. നിങ്ങൾക്കൊരു 60,000 to 70,000 നിങ്ങൾ ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഐഫോൺ 13 പ്രോ മുതലാണ് ആപ്പിൾ ആ ഒരു 120 ഹെഡ്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുള്ളത്. സോ അപ്പം മുതൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം സ്മൂത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡ് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കിടിലൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിലും 2000 നിറ്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത രീതിയിലേക്ക് നിങ്ങൾക്ക് ഔട്ട്ഡോറിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ഐഫോൺ 16 പ്രോയിലടക്കം ഈ ഒരു 2000 നിറ്റ്സ് തന്നെയാണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിൽ ഐഫോൺ ഈ ഒരു 15 പ്രോ എന്ന് പറയുന്ന ഡിസ്പ്ലേ ആസ്പെക്ട് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ മൂന്നാമത്തെ ഡിവൈസിൻ്റെ ക്യാമറ നോക്കുകയെന്നുണ്ടെങ്കിൽ 48 MP മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും ടെലിഫോട്ടോയാണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളത്.
നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ കിടിലൻ ക്യാമറ തന്നെയാണ് ഐഫോൺ 15 പ്രോ എന്ന് പറയുന്നത്. ഐഫോൺ 17 പ്രോയും 16 പ്രോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് പറ്റുക. നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ട്. ബട്ട് നിങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഒരു 60,000-70,000 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഈ ഒരു ഡിവൈസ് വെച്ച് എടുക്കാനായിട്ട് പറ്റും. ഫ്രണ്ട് ക്യാമറ വരുന്നത് 12 മെഗാ പിക്സലാണ്. അതും നമുക്ക് തിരക്കേടില്ലാത്ത ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ ടേംസും അതേപോലെ തന്നെ സാമ്പിൾസും ഞാൻ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നാലാമത്തെ ഡിവൈസിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3274 mAh ലിഥിയം അയൺ ബാറ്ററിയാണ് ആപ്പിൾ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ പ്രീവിയസിലുള്ള ഐഫോൺസിൻ്റെ ഒക്കെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കേടില്ലാത്ത ബാറ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസിൽ പറയാനായിട്ട് പറ്റും. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡിവൈസ് ഒരു 85 to 90 ബാറ്ററി ഹെൽത്തുള്ള നല്ലൊരു ക്ലീൻ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് 4 to 5 hours എങ്കിലും സ്ക്രീൻ ടൈം കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്തും മറ്റ് ഡിവൈസുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഇപ്പോഴും സ്റ്റിൽ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ അത്ര എക്സ്ട്രീംലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് അതേപോലെ തന്നെ വളരെ ലോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മിഡ് റേഞ്ചിലാണ് നിൽക്കുന്നത്. വലിയ തിരക്കിടില്ല. നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും വലിയ കുഴപ്പമില്ലാതെ വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും തിരക്കില്ലാത്ത രീതിയിൽ ഗെയിം കളിക്കാനാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് 1 day ഒക്കെ എന്തായാലും കിട്ടേണ്ടതാണ്. നിങ്ങൾ ഹെവി ടാസ്ക് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ദിവസം 2 പ്രാവശ്യമെങ്കിലും ഫോൺ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ബാറ്ററിയുടെ ഒരു കാര്യങ്ങൾ വലിയൊരു തിരക്കേടില്ലാത്ത രീതിയിലാണ് ഐഫോൺ 15 പ്രോയിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഫൈനലി ഡിവൈസിൻ്റെ ചിപ്സെറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ഡിവൈസ് ഇനിയും ഒരു 3 to 4 hours 4 ഇയേഴ്സെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു ഡിവൈസാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു 5 year ഒക്കെ ഇനിയും ഈ ഒരു ഡിവൈസ് വളരെ സ്മൂത്തായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിതിൻ്റെ പെർഫോമൻസും ചിപ്സെറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ A17 Pro 3 nanometer ചിപ്സെറ്റാണ് ഇപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കിടിലൻ നല്ലൊരു ചിപ്സെറ്റാണ് ഇപ്പോൾ നോക്കിയാൽ പോലും ഐഫോൺ 15 പ്രോയിൽ ഉള്ളത്. നിങ്ങൾ അത്യാവശ്യം ഹെവി ടാസ്കുകൾ ചെയ്യുന്നവരാണെങ്കിലും ഹെവി ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിലും വീഡിയോ ക്രിയേറ്റിംഗ് എഡിറ്റിംഗ് എല്ലാ കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കൺസിഡർ ചെയ്യാൻ പറ്റിയ കിടിലൻ ഡിവൈസ് തന്നെയാണ്. സോ നമ്മൾ ആപ്പിൾ ഇൻ്റലിജൻസ് അതേപോലെ തന്നെ iOS 26ൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ ഫീച്ചേഴ്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിലും എക്സ്ക്ലൂഷനായിട്ട് വരുന്നുണ്ട്. ഈവൻ ഐഫോൺ 16 പ്രോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് 8GB റാമാണ് ആപ്പിൾ കൊടുത്തുള്ളത്. 12GB റാം ആ ഒരു iOS 26 ഐഫോൺ 17 പ്രോ വെച്ച് നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നോക്കിയാൽ പോലും നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചിപ്സെറ്റ് വെച്ച് നോക്കുന്നവരും സോഫ്റ്റ്വെയർ വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ നോക്കിയാൽ പോലും ഐഫോൺ 15 പ്രോ. അപ്പോൾ നമ്മൾ ഓവറോൾ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഫോൺ 11 ഐഫോൺ 12 ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു അപ്ഗ്രഡേഷൻ്റെ ആവശ്യം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 15 പ്രോ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾ ഐഫോൺ 13 പ്രോ 14 പ്രോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാനൊരിക്കലും ഐഫോൺ 15 പ്രോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐഫോൺ 17 പ്രോ ആ ഒരു ലൈനപ്പിലോട്ട് പോകുന്നതാണ്. അതും നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിലോട്ട് പോകാം. പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾ ഐഫോൺ ഓൾഡർ മോഡൽസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 16 പ്രോ നോക്കാം. അതല്ല 16 പ്രോയും ഈ ഒരു 15 പ്രോയും വലിയൊരു വ്യത്യാസം ഒന്നും നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങൾക്കൊരു അപ്ഗ്രഡേഷൻ ആവശ്യമുണ്ട്, നിങ്ങൾ ഓൾഡർ ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 17 പ്രോൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത്രയും ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ അത്രയും ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസിലേക്ക് നിങ്ങൾക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറച്ചൊക്കെ ടൈറ്റാണ് എന്നാൽ തിരക്കേടില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 4-5 വർഷം ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡിവൈസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 15 പ്രോ ബെസ്റ്റ് ഓപ്ഷനാണ്. സോ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.